guys, finally the wait is over. Our first vlog and our first international trip day വന്നു. That is December 10, 2024. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകുന്ന വഴി എടപ്പള്ളിയിലെ നമ്മുടെ സ്വന്തം സെൻറ്റ് ജോർജ് പുണ്യാളുടെ അടുത്തൊന്ന് കയറി പ്രാർത്ഥിച്ചിട്ടിറങ്ങി. അങ്ങനെ വീണ്ടും എയർപോർട്ടിലേക്കുള്ള മെയിൻ റോഡിലേക്ക് കയറി ഞങ്ങൾ പയ്യെ ഒരു ചായയൊക്കെ കുടിച്ച് ഓരോന്നും പറഞ്ഞ് അവിടെ നിന്ന് വീണ്ടും ഇറങ്ങി. ആൻഡ് എല്ലാ എക്സൈറ്റ്മെൻറ്റിലും കൂടെ നമ്മൾ എയർപോർട്ടിലെത്തി. ബായ് ബായ്. ഒരു ഉമ്മയും കൂടി കൊടുത്തു. ഞാനും അങ്ങോട്ട് എയർപോർട്ടിൽ പോവാണോ? ഞങ്ങൾ ചെക്കിങ്ങിന് വേണ്ടി നിൽക്കാം. ഫ്ലൈ ദുബായ്. ഇതാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് കേട്ടോ. So we are checking in. Yes, our first flight from Cochin to Dubai. Dubai to Baku. So we are going to immigration. ഇമിഗ്രേഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ എയർപോർട്ട് ചുറ്റി കാണാണ്. സോ ഇവിടുന്ന് 2:20 ഫ്ലൈറ്റ്, ദെൻ ദുബായ്, ദെൻ ബാക്കു. ഗൈസ് ഇവിടെ വെറുതെ ഇരിക്കുക. സത്യം ഇപ്പം സമയം 12:30. 1:30 സ്റ്റാർട്ട് ചെയ്യൂലേ? 2 മണി. 2 മണി. 1:30 മുതൽ കയറി തുടങ്ങാം. 2 മണിയാകുമ്പം ഏകദേശം ക്ലോസിങ് ആവും. 2:20 ടേക്ക് ഓഫ്. ഉറക്കം വരുന്നു. വീണ്ടും വലിയൊരു വെയിറ്റിങ്ങിന് ശേഷം ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. അങ്ങനെ കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്തു, ദുബായ് എത്തി. ദുബായ് എത്തണ വരെ ഞങ്ങൾ കിടന്നുറങ്ങി. Ladies and gentlemen, we will shortly be landing in Dubai. In preparation for landing, please remove your headset and switch off your electronic devices, including mobile phones or keys. ഗൈസ്, ഞങ്ങൾ ഇപ്പം ദുബായ് ട്രാൻസിറ്റിലാണ് അല്ലേ? ദുബായ് ട്രാൻസിറ്റിലിരിക്കുക. നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റ് ഇവിടുന്നാണ് ദുബായ് ടു ബാക്കു അറ്റ് 8:20 ദുബായ് ടൈം. ഇവിടെ ഇരിക്കുക, കോഫി കുടിക്കാൻ കയറി. സോ ഇവിടുന്ന് നേരെ 8:30 ഫ്ലൈറ്റ് നേരെ ബാക്കുവിലൊരു 12 o'clock ദെൻ ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. ദുബായ് വന്നിട്ട് അവിടുത്തെ ഡ്യൂട്ടി ഫ്രീ കയറിയില്ലെങ്കിൽ മോശമല്ലേ? ട്രാൻസിറ്റിൻ്റെ ഡ്യൂട്ടി ഫ്രീ കുറച്ച് ചെറുതാണെങ്കിലും അവിടുന്ന് ഞാനും വാങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഫ്ലൈറ്റിലേക്കുള്ള വെയിറ്റിംഗ് വീണ്ടും. ഗൈസ്, ഈ നടക്കുന്നത് എന്തിനാണ് ഞങ്ങൾ വിചാരിക്കുന്നത്? ഓരോ മദാമ്മമാരെയും പെണ്ണുങ്ങളെയും വായി നോക്കാൻ. എയർപോർട്ടിൽ വന്നാൽ ഹസ്ബൻഡ്സ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ വിനോദം. നിങ്ങൾക്കും ഉണ്ടോ ഇങ്ങനെ ഹസ്ബൻഡ്? ഇവിടുത്തെ വെയിറ്റിംഗ് കഴിഞ്ഞ് എയർപോർട്ട് ബസ്സും പിടിച്ചവർ നെക്സ്റ്റ് ഫ്ലൈറ്റിലേക്ക് പോകുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ബൈ 1 get 1 ഫ്രീ എന്നൊക്കെ പറയുന്നത് പോലെ ദുബായ് ട്രാൻസിറ്റ് വന്നപ്പോൾ എനിക്കും കാണാൻ പറ്റി ബുർജ് ഖലീഫ. ആൻഡ് വിത്ത് ഓൾ എക്സൈറ്റ്മെൻറ്റ് നെക്സ്റ്റ് ഫ്ലൈറ്റിലേക്ക് പോകുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് ഗൈസ്. നമ്മൾ ദുബായിൽ നിന്ന് അടുത്ത കണക്ഷൻ ഫ്ലൈറ്റ് പിടിച്ചു. ഡെസ്റ്റിനേഷനിലേക്ക് പോകാനായിരിക്കും. എപ്പോൾ എത്തും? 12:40 എത്തും. So this is our second flight from Dubai to our destination. 4-hour journey. Guys, നമുക്ക് ഫ്ലൈ ദുബായ് ഒരു ഫുഡ് മീൽ എന്താന്ന് നോക്കാം. സ്ക്രാമ്പിൾഡ് എഗ്, ഇതെന്താ? പൊട്ടറ്റോ, വെള്ളം.
ഗൈസ്, അങ്ങനെ ഒരു ലോങ് ഫ്ലൈറ്റിന് ശേഷം നമ്മുടെ ഡെസ്റ്റിനേഷൻ റീച്ച് ചെയ്തു. അസർബൈജാൻ എത്തി ഗൈസ്, എത്തി. ബാഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മളെത്തിയിരിക്കുന്നു നമ്മുടെ ഡെസ്റ്റിനേഷൻ ബാക്കു, അസർബൈജാൻ. അസർബൈജാൻ. ടാക്സി ഡ്രൈവറിനെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. Our brother is on the way. ഇതാണ് അസർബൈജാൻ എയർപോർട്ട്. ഫൈനലി ഞങ്ങളുടെ ഡ്രൈവർ വന്നു ഗൈസ്. വന്നു ഗൈസ്. ഒരു സിം കാർഡ് എടുക്കണം, അതിന് വേണ്ടി പോവാം. സിമ്മും എടുത്ത് സിമ്മിൻ്റെ ഡീറ്റെയിൽസാണ് നിങ്ങളീ കാണുന്നത്. നല്ല ടയേർഡായി അവിടുത്തെ ഭംഗി ആസ്വദിച്ച് ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ്. സോ നമ്മൾ ബാക്കു സിറ്റിയിലെത്തി. ദെൻ ചെക്ക്ഡ് ഇൻ ടു ഏരിയൻ ഹോട്ടൽ. 4th ഫ്ലോറിലാണ് നമ്മുടെ റൂം. സോ റൂം ടൂർ കാണിക്കാം. 406. വരുന്ന വഴിക്ക് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലും കയറി ഫുഡ് കഴിച്ച് എന്നിട്ട് റൂമെത്തി ഫ്രഷ് ആയി കഴിഞ്ഞപ്പോൾ നല്ല ടയേർഡായി. പിന്നെ നൈറ്റ് ആയപ്പോൾ അവിടുത്തെ സ്ട്രീറ്റ്സിലൊക്കെ ഒന്ന് പോയി തിരിച്ച് റൂം വന്ന് ക്ഷീണം തീർക്കാൻ നല്ലോണം കിടന്ന് ഉറങ്ങി. ഒരു ഗൈസ്, അങ്ങനെ ലോങ് ഫ്ലൈറ്റും എല്ലാം കഴിഞ്ഞിപ്പോൾ റൂമിലെത്തിയുള്ളൂ. സമയം ഇവിടെ 3:10. ഇത് നല്ല ക്യൂട്ട് റൂമാണ്. അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. നല്ല ക്ലീൻ റൂം, ക്ലീൻ ബാത്റൂം എല്ലാം. എന്താ ഓക്കെ. വാർഡ്രോബ് ഉണ്ട്, ഫ്രിഡ്ജുണ്ട്, ഒന്നുമില്ല പക്ഷെ എല്ലാം ഉണ്ട്. സോ ഇനി അടുത്തതായിട്ട് കാണാം. ബൈ.